മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. തങ്കളം എക്സൈസ് ഓഫീസ് ജംഗ്ഷനിൽ സോളാർ ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുന്നതിന് അനുമതിയായെന്ന് ആന്റണി ജോൺ എം. ആലുവ മൂന്നാർ റോഡും ബൈപ്പാസ് റോഡുകളും സംഗമിക്കുന്ന തങ്കളം എക്സൈസ് ഓഫീസ് ജംഗ്ഷനിൽ MLA ഫണ്ട് 20 ലക്ഷം രൂപ ചിലവഴിച്ച് സോളാർ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതി ലഭ്യമായതായി ആന്റണി ജോൺ MLA അറിയിച്ചു. കോതമംഗലം പട്ടണത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന ഒരു ജംഗ്ഷനായി ഈ ജംഗ്ഷൻ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവും ഏറെ മണിക്കൂറുകളോളം ഈ പ്രദേശത്ത് വലിയ ട്രാഫിക് ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത്. ട്രാഫിക് പോലീസ് ഡ്യൂട്ടിയിൽ നിന്നാൽ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് പലപ്പോഴും ജംഗ്ഷനിലെ തിരക്ക്. ഈ സാഹചര്യത്തിലാണ് ഇതിന് പരിഹാരം കാണുന്നതിനായി പ്രദേശത്ത് സോളാർ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം സ്ഥാപിക്കുവാൻ തീരുമാനിച്ചത്. ഇതിനായി MLA ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിച്ചിരുന്നെങ്കിലും MLA ഫണ്ട് വിനിയോഗത്തിലെ മാനദണ്ഡ പ്രകാരം പ്രവൃത്തി നിർവഹിക്കുവാൻ സാധിച്ചിരുന്നില്ല. ഈ പ്രവൃത്തിയുടെ അടിയന്തര പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് MLA ഫണ്ട് വിനിയോഗിച്ച് പ്രവൃത്തി നടപ്പാക്കാൻ പ്രത്യേക അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് MLA കത്ത് നൽകിയിരുന്നു. ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ജംഗ്ഷനിൽ സോളാർ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് 20 ലക്ഷം രൂപ MLA ഫണ്ട് വിനിയോഗിക്കുന്നതിന് പ്രത്യേക അനുമതി നൽകി ഉത്തരവായിട്ടുള്ളത്. ഇന്ന് കോതമംഗലത്ത് ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരങ്ങളിലും അനുഭവപ്പെടുന്ന ഒരു ജംഗ്ഷനാണിത്. ഇവിടെ എക്സൈസ് ഓഫീസിന് സമീപത്തുള്ള ഈ ജംഗ്ഷനിൽ പ്രത്യേകിച്ച് റോഡ് സംവിധാനങ്ങളെല്ലാം കൂടുതൽ വിപുലപ്പെട്ടതോടുകൂടി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രാവിലെ ഓഫീസ് ടൈം ആകുന്നതുവരെയും ഉച്ചയ്ക്ക് ശേഷം സ്കൂളുകൾ വിട്ട് ഏതാണ്ടൊരു 6 മണി വരെ വലിയ ട്രാഫിക് ബ്ലോക്കാണ് ഈ പ്രദേശത്ത് കണ്ടുവരുന്നത്. അത് പലപ്പോഴും അത്തരമൊരു സാഹചര്യം ഉണ്ടായതിന് ശേഷം നമ്മളിവിടെ ട്രാഫിക് പോലീസിനെ കൃത്യമായി ഡ്യൂട്ടിക്ക് ഇടണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. പലപ്പോഴും ട്രാഫിക് പോലീസ് ഡ്യൂട്ടിക്ക് നിന്നാൽ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത അത്ര വലിയ ബ്ലോക്കും അതോടൊപ്പം തന്നെ ആളുകളെല്ലാം ധൃതിയിൽ വാഹനമെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും അപകടങ്ങളും ഈ ജംഗ്ഷനിൽ ഇപ്പോൾ പതിവായി കാണുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിനകത്താണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒന്ന് ആലുവ മൂന്നാർ റോഡ് ആണ് കടന്നു പോകുന്നത്. നമ്മൾ ഈ നിൽക്കുന്നതിന് പിന്നിലായി ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ച കോഴിപ്പള്ളി തങ്കളം ബൈപ്പാസിൻ്റെ ആദ്യ റീച്ച് അതിപ്പോൾ ഗതാഗതത്തിന് നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ MA കോളേജ് ജംഗ്ഷനിൽ നിന്ന് വിമലഗിരി സ്കൂളിന് മുമ്പിലൂടെ വരുന്ന വഴിയും വന്നു കയറുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെയാണ് മലയങ്കീഴിൽ നിന്ന് വരുന്ന ബൈപ്പാസ് റോഡും. തുടർ നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും കോതമംഗലം ട്രാഫിക് പോലീസും പ്രദേശം സന്ദർശിച്ചു. MLAയോടൊപ്പം മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, മുനിസിപ്പൽ കൗൺസിലർമാരായ KA നൌഷാദ്, KV തോമസ്, കോതമംഗലം ട്രാഫിക് SI CP ബഷീർ, PP മെയ്തീൻ ഷാ, സാബു തോമസ്, MU അഷ്റഫ് എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.